ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടം വെറുതെ കാണാൻ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും കളയോ അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് ഓടിച്ചെല്ലൂലെ. അതേ മറ്റേ നമ്മളെ മിറാക്കിൾ ഗാർഡനിൽ ഫ്രീ എൻട്രി ആണ് കേട്ടോ. ഒന്നും വേണ്ട, നമ്മൾ എംബ്രൈസ് ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറി ചെല്ലാം. എങ്ങനെയായാലും ഏകദേശം 180 ദിർഹംസോളം എൻട്രി ഫീസ് കൊടുക്കുക. ഒരാൾക്ക് എൻട്രി ഫീസ് എടുത്ത് കയറേണ്ട സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കയറാം കേട്ടോ. ഫാമിലിക്കാണ് ഇപ്പോൾ ആ ഒരു ഓഫർ ഉള്ളത്. നമ്മൾ എംബ്രൈസ് ഐ ഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫാമിലിനെയും കൊണ്ട് എംബ്രൈസ് ഐ ഡിയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഗേറ്റ് നമ്പർ 3 ചെല്ലണം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ എൻട്രി ഉണ്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്നുള്ളൂ, ഒരിക്കലും നഷ്ടം വരില്ല കേട്ടോ. അടുത്തൊരു ലോകമാണ്. മക്കളൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, മക്കളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ UAE നിൽക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് കൊണ്ടുപോയി എപ്പോഴെങ്കിലും ഒന്ന് കൊണ്ടുപോയിടേണ്ട സ്ഥലമാണ്. കാരണം ഈ റൂമിലും കാര്യങ്ങളിലും കൂടുതൽ തന്നെ സമയത്ത് ഇവരെ ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ്ടല്ലോ അവർ ഹാപ്പി ആവും എന്നുള്ളതിന് വേറൊരു അവരെന്നല്ല, നമ്മൾ തന്നെ ഒരു പ്രത്യേക ഫീലാട്ടാ. ഫുള്ള് പൂക്കൾ കൊണ്ട് എന്തൊക്കെ കാണിച്ച് കൂട്ടാൻ പറ്റുമോ ഒരു ലെവലിൽ കാണിച്ച് കൂട്ടിയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഒരു ലോകം തന്നെ പൂക്കൾ കൊണ്ടൊരു ലോകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് പോകും. ഇതുവരെ പോകാത്താരാണ്ടെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഓടിച്ചെന്നോളി. പക്ഷേ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ കേട്ടോ, ഇപ്പോൾ അതുണ്ടോയെന്ന്. ഇവർ രണ്ടാളും കൊണ്ടുപോയിട്ടതിന് ശേഷം ഇവർ രണ്ടാളും കയ്യും പിടിച്ച് ഓരോ വഴിക്ക് അങ്ങോട്ടും ആയിട്ട് അവർ നടക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓടിപ്പാഞ്ഞ് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായതുകൊണ്ട് ഓടിപ്പാഞ്ഞ് നടക്കണം. മാക്സിമം സൺഡേ പോകാതിരിക്കുക. അത്ഭുതം പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഒന്ന് നോക്കിങ്ങൾ ഓരോ വീടുകൾ, അതുപോലെ തന്നെ ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ. നമ്മൾ എത്ര സൈസ് നിങ്ങൾക്ക് ഒരാളാ നിൽക്കുന്ന ഒരു സൈസ് വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ സൈസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഒരു ബംഗ്ലാവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹെവി ആയിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ, അതും അത്ര രീതിയിൽ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അതിന് ഞാൻ UAE ഇങ്ങനത്തെ സ്ഥലങ്ങൾ സമ്മതിച്ചിട്ടു. കാരണം ഇവർ കൊണ്ട് നടക്കുന്നതിന് അത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് വേറെ ലെവലാണ്. ഈ ഒരു ആനയുടെ നമ്മളിങ്ങനെ കാണുമ്പോൾ ആനയുടെ ഒരു സൈസ് വല്ലാതെ മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതിലുള്ള താഴെയുള്ള ഒരാളെ വെച്ചിട്ട് ഏകദേശം ഒരു 4-5 ആളെ ഹൈറ്റിലുണ്ട് കേട്ടോ ഈ സംഭവം. ഒരു 5 ആളെ ഹൈറ്റ് ഉണ്ട് ഈ ഒരു ആനേനെ. അത് ഫുള്ള് റിയൽ ഗ്രാസ് വെച്ചിട്ട്, പുല്ല് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാകും, അതെന്താ എനിക്കറിയത്തില്ല. പക്ഷേ ബാക്കിയുള്ളത് മൊത്തം 99% റിയൽ ആയിട്ടുള്ള ഐറ്റങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ. നോക്കി ഒരു അത്ഭുതം തന്നെ ഓരോ ഏരിയകൾ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ കോർണറുകളിലായിട്ട് ഫുഡ് കഴിക്കാനുള്ളതുണ്ട്. മയിലിനെ ക്രിയേറ്റ് ചെയ്തുള്ളത് നമുക്ക് ഈ വീഡിയോയിലാകുമ്പോൾ നമുക്കത് എത്രത്തോളം അതിൻ്റെ സൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആ താഴെയുള്ള ഓരോ ആളുകൾ നിൽക്കുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യണം അതിൻ്റെ ഒരു സൈസ് കാര്യങ്ങളൊക്കെ. അത്ര ഏരിയയിൽ ഫുള്ള് അടിപൊളിയാക്കിയിട്ട് കിറ്റെല്ലാം ഇട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവർ ഓരോരോ അവരുടേതായ വഴികളിലേക്ക് അങ്ങനെ നടക്കുന്നുണ്ട്. മിഠായി എന്തോ ഐസ്ക്രീം മേടിച്ചിട്ട് അതുമ്പോൾ തന്നെയാണ് രണ്ടാൾ ഐസ്ക്രീമിലാണ്. രണ്ടാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അവരുടേതായ ഭാഷകളിൽ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. കുറേ നേരം കളിക്കും. പിന്നെ ഒരൊറ്റ നേരം ഞാൻ അതങ്ങനെ ഇതൊന്നും എടുത്തപ്പോൾ രണ്ടാളെ അടിച്ച് പിരിഞ്ഞിട്ട് രണ്ട് ഏരിയയിലായിട്ടുണ്ട്. കലിപ്പിലാണ് ആളിൽ. പിന്നെ കുറച്ച് പാട്ട് അവിടെ നിന്ന് നോക്കിയാൽ പാട്ടിൻ്റെ ഇതുണ്ട്. അപ്പോൾ അതിന് ചെറിയ അവനൊരു ചെറിയൊരു പാട്ട് നീ കേട്ട് കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഓവൻ വയ്ക്കും. ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവന് ഡാൻസ് കളിക്കാനുള്ള അതിന് കയറി നിൽക്കൊണ്ട് അതിനുള്ളൊരു ഇതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ. ഇങ്ങനെ ചാടി കളിക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതായ രീതിയിൽ എന്നെ കാണിക്കേണ്ട വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനാണ് എടുക്കുന്നതെന്ന് അറിയിക്കണ്ടേ. അതിനുള്ള ചെറിയൊരു പ്രഹസനം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ധൈര്യമായിട്ട് നമുക്കൊക്കെ നമ്മളെ മക്കളെയും കൊണ്ട് പോകാൻ പറ്റിയ കിട്ടലാണ് ഏരിയ വെച്ചമാരെ. കാരണം ഒരു ഈവനിങ് ടൈമിലേക്ക് ആകുമ്പോഴത്തേക്ക് വേറെ ലെവലാട്ടോ. എന്താ വെച്ചാൽ നല്ല ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ട് ഉള്ളതുള്ളൊക്കെ കാണുമ്പോൾ കൂൺമാതിരിയുള്ള ഡിസൈനുകളൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മാക്സിമം നമ്മൾ തന്നെ ചെല്ലാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഏകദേശം ഒരു 4 മണിക്കാണ് നമ്മളിവിടുന്ന് ഇറങ്ങുന്നത്. 5 മണിയായിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. പിന്നെ തിരിച്ചു പോരാനുള്ളതായതുകൊണ്ട് കൂടുതൽ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല. അതൊക്കെ ഫുഡ് കഴിക്കാനുള്ള കൗണ്ടറുകൾ കാര്യങ്ങളാട്ടോ. നമുക്ക് ഓരോ ഐറ്റംസായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈഫിൻ്റേതായ പ്രഹസനങ്ങൾ കേട്ടോ. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ അത്ഭുതം അതിലെ. അതായത് ഏകദേശം 5 ലക്ഷം പൂക്കൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വിമാനം കേട്ടോ. നമ്മളെ എമിറേറ്റ്സ് മച്ചന്മാരെ ഏകദേശം 5 ലക്ഷത്തിന് മേലെ പൂക്കൾ വെച്ചിട്ടാണല്ലോ ഇത് ക്രിയേറ്റ് ചെയ്തത്. അത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു ഐറ്റം കൂടിയായിട്ട് ഈ കാണാൻ തന്നെ കേട്ടോ. അത്രയും സൈസിൽ നല്ല ഡബിൾ ഡക്കർ ഒരു വിമാനം അതുപോലെ കൊണ്ടുവച്ചിട്ട് അതിൽ പൂക്കൾ നിറച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ. ഇത് റിയൽ തന്നെയാണോ, ഇൻസൈഡ് വരുന്നത് റിയൽ വിമാനമാണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഫ്ലൈറ്റ് തന്നെയാണെന്ന് അറിയുന്നവരാരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ.
പക്ഷേ ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ തന്നെ കേട്ടോ. നമ്മളൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് കാണേണ്ട സംഭവമാണ്. ദുബായിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടോളൂ മച്ചന്മാരെ, ധൈര്യമായിട്ട് പൊക്കോളൂ, ഒരിക്കലും നഷ്ടമല്ല. ഇവ രണ്ടാമത് തുടങ്ങി അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് അവൻ്റെ ഒരു സ്റ്റൈലുണ്ട്, അതിനുള്ള 2 സ്റ്റെപ്പ് അവൻ അങ്ങനെയാലും ഇടും. അതൊക്കെ നമ്മൾ ഏകദേശം തിരിച്ചു പോരാനുള്ള പരിപാടികളിലാണ്. തിരിച്ച് പോരുന്ന സമയത്ത് നമുക്ക് ആ സമയം കൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എത്രത്തോളം അത്രയുണ്ട് നമുക്ക് ടൈം എടുത്ത് നടക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്ഥലങ്ങൾ അത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ ഫാമിലിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയൊരു കിട്ടലിനായിട്ട് കേട്ടോ. ഉണ്ട് കുതിരേൻ്റെ സൈസ്, ഇതിൻ്റെയൊക്കെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭയങ്കര ക്രിയേറ്റീവ്, അത് കറക്റ്റ് എന്താണോ അതുപോലെ ആക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് കേട്ടോ അവരെ കഴിവ്. എന്താണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മെയിൻ ചെയ്യുന്നത്. കാരണം ഏകദേശം പോരാൻ സമയമായി, ഏകദേശം ഇരുട്ടായി തുടങ്ങി. നമ്മൾ തിരിച്ചു പോരാനുള്ള പരിപാടികളിലാണ്. തിരിച്ചു പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്ക് റൂമിലെത്തിയിട്ടുണ്ട്. ബുർജ് ഖലീഫയൊക്കെ പോരുന്ന വഴിക്കൽ പിന്നെ ഇത് സ്ഥിരം കാണുന്നതായതുകൊണ്ട് അതിനൊരു പുത്തരി ഇല്ലാതെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9:30-10 മണിയായപ്പോഴേക്ക് നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളേ.